എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ GNM അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിലേക്കുള്ള അപേക്ഷ എപ്പോഴാണ് ആരംഭിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതുപോലെ ഗവൺമെൻറ് കോളേജിൽ എങ്ങനെയാണ് അപേക്ഷ നൽകുക എന്നുള്ളതും, അതുപോലെ തന്നെ BSc നഴ്സിംഗിന് ഈക്വൽ ആണോ ഈ ഒരു GNM കോഴ്സ് എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ GNM എന്ന് പറഞ്ഞാൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നാണ്. ഈ ഒരു കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ കോഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 വർഷത്തെ കോഴ്സാണ് ഈ ഒരു GNM അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 2 രീതിയിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഒന്നാമത്തേത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അതായത് DMEയുടെ വെബ്സൈറ്റ് വഴി SSC ST വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. DMEയുടെ കീഴിൽ ഏകദേശം 3 കോളേജുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കോളേജുകൾ മെഡിക്കൽ കോളേജുമായിട്ട് അനുബന്ധമായിട്ടാണ് ഈ ഒരു നഴ്സിംഗ് കോളേജുകളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു അതായത് SC വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആദ്യത്തെ 2 കോളേജുകളും, അതുപോലെ തന്നെ ഒരു കോളേജ് ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുമാണ് ഉള്ളത്. അപ്പോൾ വിവിധ അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്ക് കീഴിലാണ് ഈ ഒരു 3 കോളേജുകളും വരുന്നത്. അപ്പോൾ SSC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് DME വഴി അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ DHS അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ കീഴിൽ വരുന്നത് ഏകദേശം 15 കോളേജുകളാണ്. 15 കോളേജിൽ ഓരോ ജില്ലയിലും ഓരോ കോളേജ് വീതവും, അതുപോലെ തന്നെ ഒരു SSC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കോളേജുമാണുള്ളത്. അങ്ങനെ ടോട്ടൽ 15 കോളേജുകളാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ DHS വെബ്സൈറ്റിൽ അതായത് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അപേക്ഷ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതത് കോളേജിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കോളേജുകളിലേക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ കോപ്പിയൊക്കെ നിങ്ങൾ അതത് കോളേജുകൾ നൽകി അപേക്ഷ സമർപ്പിക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടി വരിക. ഓൺലൈനായിട്ടായിരിക്കില്ല ഈ ഒരു അപേക്ഷ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു GNM കോഴ്സ് അതായത് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിയുടെ അതേ റാങ്കിൽ നിങ്ങളും എത്തും. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങളും BSc നഴ്സിംഗ് പഠിച്ച അതേ രീതിയിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ബേസിക് നഴ്സിംഗ് നടത്തുന്ന അതായത് നിലവിൽ അതിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എയിംസ് ആണ്. അതുപോലെ തന്നെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു GNM കോഴ്സ് പ്രൈവറ്റായിട്ട് പഠിക്കുന്ന സമയത്ത് അതത് കോളേജുകളൊക്കെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില കോളേജുകൾ ചിലപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ലഭിക്കാതെ ഉള്ള ഒരു കോളേജായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ അതായത് ഈ ഒരു GNM കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതത് കോളേജുകൾക്ക് അംഗീകാരം ഉണ്ടോ, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗിന് ഈക്വൽ ആയിട്ടുള്ള കോഴ്സല്ല ഈ ഒരു GNM എന്ന് പറയുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. BSc നഴ്സിംഗ് ആണെങ്കിൽ 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്ലോമ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു GNM കോഴ്സിന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എയിംസും അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഈ ഒരു പോസ്റ്റ് ബേസിക് നഴ്സിംഗിലേക്ക് അഡ്മിഷൻ ക്ഷണിക്കാറുണ്ട്, അതായത് അലോട്ട്മെൻറ്റ് ക്ഷണിക്കാറുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകിക്കൊണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗിന് ഈക്വൽ ആയിട്ടുള്ള രീതിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2ന് ശേഷം നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് ഈക്വലൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കൂടി ചെയ്താൽ മാത്രമാണ് ഈ ഒരു സാധാരണ BSc നഴ്സിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഈക്വൽ ആവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു അപേക്ഷ ആരംഭിക്കുക ഏകദേശം നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു DMEയുടെ കീഴിൽ 3 കോളേജുകളും അതിൽ 2 കോളേജ് SSC വിദ്യാർത്ഥികളും ഒരു കോളേജ് ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ ഒരു DHSൻ്റെ കീഴിൽ 15 കോളേജുകൾ, അതായത് 15 കോളേജിൽ ഒരു കോളേജ് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ബാക്കി കോളേജുകൾ എല്ലാ അതായത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഓരോ കോളേജുകളിലും 30 വീതം ലിമിറ്റഡ് സീറ്റുകളാണ് ഉണ്ടാവുക, അതായത് 30 സീറ്റുകളാണ് ഉണ്ടാവുക. അതിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലും റിസർവേഷനും പോകുന്നതായിരിക്കും. അതായത് റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അത് കോളേജുകളിൽ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും നിങ്ങളുടെ റാങ്ക് എങ്ങനെയാണ് എന്നുള്ളത് അനുസരിച്ചിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.